നമസ്കാരം. മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച തെന്നിന്ത്യൻ സിനിമയിൽ മിന്നും താരമായി മാറിയ നടിയാണ് കീർത്തി സുരേഷ്. നെപ്പോ കിഡാണെങ്കിലും കൂടിയും അഭിനയത്തിലുള്ള കഴിവ് ജന്മസിദ്ധമായി കീർത്തിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെന്നിന്ത്യയിലെ താരമൂല്യമുള്ള നായികയായി താരം ഇപ്പോഴും മുൻനിരയിൽ നിൽക്കുന്നത്. അമ്മ മേനക സുരേഷിന്റെയും അച്ഛൻ സുരേഷ് കുമാറിന്റെയും പാതയിലൂടെയാണ് കീർത്തി സിനിമയിലെത്തുന്നത്. എന്നാൽ മഹാനടിക്ക് ശേഷം ആരും തന്നെ നെപ്പോ കിഡായി കീർത്തിയെ പരിഗണിക്കാറില്ല. ബേബി ജോണിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ നിന്നുള്ള കീർത്തിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മഞ്ഞച്ചരട് താലി അണഞ്ഞാണ് കീർത്തി പ്രൊമോഷൻ എത്തിയത്. വരുൺ ധവാനൊപ്പവും മറ്റുമുള്ള കീർത്തിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു. ഹണിമൂൺ പോലും മാറ്റിവെച്ചാണ് കീർത്തി പ്രൊമോഷൻ എത്തിയത്. താരത്തിന്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് കൈയടിക്കുകയാണ് ആരാധകർ. വിവാഹത്തിന് ശേഷം കീർത്തി സുരേഷ് പങ്കുവെക്കുന്ന ചിത്രങ്ങളിലെല്ലാം വിവാഹ സമയത്ത് ആന്റണി കെട്ടിക്കൊടുത്ത മഞ്ഞച്ചരട് ധരിക്കുന്നത് കാണാം. സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ അണിയുമ്പോൾ പോലും കീർത്തി മഞ്ഞച്ചരട് അഴിച്ചു വെച്ചിരുന്നില്ല. വിവാഹശേഷം പങ്കെടുത്ത പരിപാടികളിലെല്ലാം കീർത്തി മഞ്ഞച്ചരട് ധരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് മഞ്ഞച്ചരട് മാറ്റി സ്വർണ്ണമാല ധരിക്കാത്തതെന്ന് കീർത്തിയോട് പലരും ചോദിച്ചിരുന്നു. ഇപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി പറയുകയാണ് കീർത്തി. ഗലാട്ട ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് കീർത്തി ഇതേക്കുറിച്ച് പറയുന്നത്. വിവാഹത്തിന് കിട്ടുന്ന ഈ ചരട് വളരെ പവിത്രമാണെന്നും അത് ഉടനെ മാറ്റാൻ പാടില്ലെന്നും താരം പറഞ്ഞു. നിശ്ചിത തീയതി വരെ ധരിക്കണമെന്നാണ് ആചാരമെന്നും പറഞ്ഞ കീർത്തി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇത് സ്വർണ്ണമാലയിലേക്ക് മാറ്റാമെന്നും പറയുന്നു. ചിലർക്ക് വിവാഹശേഷം ഒരു നല്ല മുഹൂർത്തം നോക്കി 7 അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ മാറ്റാൻ കഴിയും. ഞങ്ങൾ ജനുവരി അവസാനത്തോടെയായിരിക്കും മാറ്റുക. അത്രയും ദിവസം ഞാൻ ഇത് ധരിക്കും, കീർത്തി പറഞ്ഞു. ചിലർ പറഞ്ഞു വേണമെങ്കിൽ മാറ്റാമെന്ന്. പക്ഷെ വളരെ പവിത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മഞ്ഞൾ ചരട് അണിയുന്നത് ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് മറ്റുള്ളവർ കാണുന്നതും എനിക്ക് സന്തോഷമാണ്, കീർത്തി പറഞ്ഞു. ഡിസംബർ 12-ന് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തി സുരേഷിന്റെയും ആന്റണി തട്ടലിന്റെയും വിവാഹം. നീണ്ട 15 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും വിവാഹം നടത്തിയിരുന്നു. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ കീർത്തി ആന്റണിയുമായി പ്രണയത്തിലാണ്. ആന്റണിക്ക് കീർത്തിയേക്കാൾ 7 വയസ്സ് കൂടുതലുണ്ട്. തങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണെന്നും ഓർക്കൂട്ടിലൂടെ ചാറ്റ് ചെയ്തതാണ് പരിചയപ്പെട്ടതെന്നും തങ്ങൾക്ക് ഒരുപാട് കോമൺ സുഹൃത്തുക്കളുണ്ടെന്നും കീർത്തി പറയുന്നു. ചാറ്റിംഗിന് ശേഷം 2009 ഡിസംബർ 2-നാണ് ആദ്യമായി പരസ്പരം കണ്ടുമുട്ടിയതെന്നും ആന്റണിയുമായി അടുക്കാൻ ശ്രമിച്ചത് താൻ തന്നെയാണെന്നും കീർത്തി പറഞ്ഞു. ആദ്യമായി കണ്ടപ്പോൾ സംസാരിക്കാനുള്ള സാഹചര്യം ആയിരുന്നില്ലെന്നും തിരികെ പോകുമ്പോൾ ആന്റണിയെ നോക്കി താൻ കണ്ണിറുക്കിയെന്നും പിറ്റേ ദിവസം മാളിൽ വെച്ച് വീണ്ടും കണ്ടുവെന്നും അന്ന് തനിക്കൊപ്പം അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുവെന്നും ആന്റണി സുഹൃത്തുക്കൾക്കൊപ്പമാണ് വന്നതെന്നും അന്ന് കണ്ട് സംസാരിച്ചിരുന്നെന്നും താരം പറയുന്നു. പിന്നീട് ധൈര്യമുണ്ടെങ്കിൽ തന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന് താൻ ആന്റണിയോട് പറഞ്ഞുവെന്നും ആ വർഷം ന്യൂ ഇയറിൽ ആന്റണി പ്രപ്പോസ് ചെയ്തു. താൻ യെസ് പറഞ്ഞെന്നും താരം പറയുന്നു. അതേസമയം ഹണിമൂൺ പോലും മാറ്റിവെച്ചാണ് കീർത്തി പ്രൊമോഷൻ എത്തിയത്. താരത്തിന്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് കൈയടിക്കുകയാണ് ആരാധകർ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം കീർത്തിയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. താലിച്ചരടിനോടൊപ്പം ഗ്ലാമറസ് വേഷങ്ങൾ ധരിച്ചതിനാണ് താരം വിമർശനം നേരിടുന്നത്. വിവാഹിതയായതിനു പിന്നാലെ തന്നെ താലി ധരിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനൊപ്പം ചേർന്ന് നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതും അടുത്ത് പെരുമാറുന്നതുമൊക്കെ സദാചാരികളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കീർത്തിക്കെതിരെ മാധ്യമപ്രവർത്തകനായ ചെഗുവേരയും രംഗത്തെത്തിയിരുന്നു. കീർത്തി സംസ്കാരത്തെയും താലിയെയും ബഹുമാനിച്ചില്ലെന്നാണ് ചെഗുവേര വിമർശിച്ചത്. താലിക്ക് ഒരു ആദരവുണ്ട്. ഒരു സ്ത്രീയും മഞ്ഞച്ചരട് ഇതുപോലുള്ള മോശം വസ്ത്രത്തിന്റെ കൂടെ ധരിക്കില്ല. അഭിനയിക്കുമ്പോൾ താലി ഊരിവെക്കും. ഇത് പക്ഷേ പ്രൊമോഷൻ പരിപാടിയാണ്. മോശം വസ്ത്രത്തിനൊപ്പം താലി ധരിക്കുകയും വൃത്തികെട്ട രീതിയിൽ ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നത് സംസ്കാരത്തെ അപമാനിക്കലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്.